സിറ്റൂസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റൂസി മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്, ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്യൂ തുടങ്ങി, അതല്ലെങ്കിലും അധിക സമയമൊന്നുമില്ലല്ലോ. അതെ അതെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന് ക്യാപ്റ്റന്റെ പവർ, രണ്ടാമത്തത് PR. ഇതാണ് സബ്ജക്ട്. PR-നെ കുറിച്ചുള്ളത് ഭയങ്കര ചർച്ചയായിട്ടുണ്ട് കേട്ടോ അവിടെ. അതെ, അത് വലിയ ചർച്ചയാണ്. പിന്നെ ലാലട്ടൻ ഇന്നലെ പറഞ്ഞു നിർത്തിയുള്ളൂ, ക്യാപ്റ്റന്റേതായ പവർ ഉണ്ട്, അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളത്. അത് നമ്മളിവിടെ കൂടെ ചേർത്ത് പറയേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാരും ഭയങ്കര റെസ്പെക്റ്റാ കൊടുത്തോണ്ടിരിക്കുന്നത്. അതാണ് പറയാനുള്ളത്. എന്താണെങ്കിലും മോർണിംഗ് ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിലാണ് ഈ PR-നെ പറ്റി, അതായത് അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR സെറ്റ് ചെയ്തിട്ടാണ് അനുമോള് വന്നിരിക്കുന്നതെന്നാണ് പലരും പറയുന്നത് അവിടെ. അത് അനുമോള് തന്നെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ലക്ഷത്തിന്റെ കണക്ക് പറയുന്നില്ല. അനുമോള് തന്നെ അതിനുശേഷം ബെഡ്റൂമിൽ വരുമ്പോ ഷാനവാസിനോടും ആദിലനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് PR ഞാൻ സെറ്റ് ചെയ്തിട്ടാ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ പലർക്കും PR ഉണ്ട്. അനീഷിനുണ്ട്, പിന്നെ വേറെ അക്ബറിന് PR ഉണ്ട്, പിന്നെ അനീഷിന് PR ഉണ്ടെന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഷാനവാസിന് പലതും മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് അതിലേക്ക് പറയാനുണ്ട്. എന്തായാലും PR-ന്റെ ഒരു കാര്യം മെയിൻ കണ്ടന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോസ് ചെയ്യാൻ തന്നെ ബിഗ് ബോസ് കൊടുത്തു. അതിനെക്കുറിച്ച് ചർച്ച നടന്നു. അതായിരുന്നു മോർണിംഗ് ടാസ്ക്. ശേഷം ക്യാപ്റ്റന്റെ ചുമതലകൾ, മറ്റേ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നു, അവിടെ പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുക്കുന്നു. ആള് അവിടെ നടത്തേണ്ട കാര്യങ്ങളുണ്ട്, കിച്ചൺ ടീം, അങ്ങനെ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ്. ഭയങ്കര ക്രിയാത്മകമായിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എപ്പോഴും ഒരാളാണല്ലോ, അനീഷിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് ശരിക്കും. ഇവർക്കും നമ്മളും അതായത് അനീഷ് പറഞ്ഞോട്ടെ, അവരൊക്കെ അത് സമ്മതിക്കും, സമയവും കൊടുക്കുന്നുണ്ട് അനീഷിന് പറയാൻ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരാൾ എന്തെങ്കിലും അതിനെ കുറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ അങ്ങ് തുടങ്ങുമ്പോഴേക്കും ഒരൊറ്റ ചാടി എണീക്കല. അല്ല, അത് ശരിയുണ്ട്. കാരണം ഇന്നലെ ലാലേട്ടൻ പറഞ്ഞില്ലേ, ക്യാപ്റ്റന്റേതായ പ്രാധാന്യമുണ്ട്, അതിന് റെസ്പെക്ട് കൊടുക്കണമെന്ന്. അതായത് അനീഷ് പണ്ട് മുതലേ കരുതി വെക്കുന്നത് അവിടുത്തെ ക്യാപ്റ്റൻ ഞാനാണെന്നുള്ളതാണ്. എന്തൊരു അലമ്പാണ് ചെങ്ങായി കാണിക്കുന്നത്. മോനെ, തുടക്കത്തില് അനീഷ് എന്തായിരുന്നോ ആ ലെവലിലാണ് ഇപ്പൊ അനീഷ്. അതായത് ആ ഫാമിലി ടാസ്കില് ഈ അനീഷിന്റെ അമ്മ പറഞ്ഞു പോയി, ഫസ്റ്റ് എങ്ങനെയായിരുന്നോ അതുപോലെ കളിച്ചാൽ മതി. ഉദ്ദേശിച്ചത് ഓവർ ഫ്രണ്ട്ഷിപ്പിന്റെ ഒന്നും വേണ്ട, ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള രീതിയാണ് പറഞ്ഞു കൊടുത്തത്. അതെ, പക്ഷെ ഇയാൾക്ക് തിരിഞ്ഞത് വേറെ രീതിയിലാണ്. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ, വെറുപ്പിക്കുന്ന രീതിയിൽ എന്തിലും ഇടപെട്ട് ആകെ ചാറ് മാറാക്കുന്ന ഒരു പരിപാടി. അത് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. അനീഷ് ഏത് ടാസ്കാണ് ഗംഭീരമായിട്ട് കളിച്ചിട്ടുള്ളത്? എല്ലാ ടാസ്കും കൊളയാക്കുന്ന ആള് അനീഷിന്റെ മെയിൻ സാധനങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്നാണിത്. അതായത് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശത്തോടെ വന്നിരിക്കുന്ന കാര്യം, ഒന്ന് സോഫയുടെ ഏറ്റവും തലക്കിരിക്കുക. കാരണം എന്താ, ആദ്യം ആളെ കാണും, അതുകൊണ്ട് തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, എന്തിലും കയറി ചളമാക്കുക. പിന്നെ ഈ റൂമിന്റെ ഉള്ളിൽ, അതായത് എന്താ അതിന് പറയാ, ഷോറൂം, അവിടെയുള്ള സാധനങ്ങൾക്ക് ആദ്യം പോയി എടുക്കുക, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ഒന്ന്. പിന്നെ മറ്റൊന്ന്, ആവർത്തിച്ച് പറയാം. അത് മറ്റുള്ളവരേക്ക് വെറുപ്പിച്ച് ഞാൻ ഒറ്റയാണാണ് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പരിപാടി. ഇന്നലെ ആള് രജിത് കുമാറിന്റെ വേറെ സാധനം എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അത് ഇന്ന് തന്നെയാണ് അല്ലേ, ഇത് ആ മറ്റേ ഒരു മാസ സാധനം ഉണ്ടല്ലോ, ഷോ അതേതായിരുന്നു ഡയലോഗ്? ഒരു ഡയലോഗ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുകയും ചെയ്തു ആണല്ലോ. ഷോ അതായത് എന്താ, സ്വാഗതം ചെയ്ത സാധനമാണോ? അല്ലല്ലല്ല, മറന്നു കേട്ടോ. അതായത് മാസം അടിക്കൂലേ, സിനിമ ഡയലോഗ് അടിക്കും. അതായത് ആൾറെഡി കുറച്ച് ഇന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വരുന്ന കുറച്ച് സാധനങ്ങൾക്ക് അനുസരിച്ച് അടിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട്. അതിലൊന്നായിരുന്നത്. മറന്നു അല്ലത്. ഓക്കെ, എന്തായാലും ഈ ക്യാപ്റ്റൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൂടെ ഈ ഓരോ ടാസ്ക് വരുമ്പോൾ പ്രത്യേക നിർദ്ദേശങ്ങൾ വരുമല്ലോ ബിഗ് ബോസിന്റെ, അത് എടുത്ത് വായിക്കാനായിട്ട് അനീഷിന് ഭയങ്കര താല്പര്യമാണ്. ഈ സ്റ്റോർ റൂമില് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അനീഷ് ഓടും. അതെ, അവിടെ പോയി എടുക്കും. ഇതിനകത്ത് അക്ബറൊക്കെ അതിനകത്ത് ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതെടുത്തിട്ട് ആൾ അവിടുന്ന് തന്നെ പൊട്ടിച്ചൊന്ന് വായിക്കും. എന്നിട്ട് അപ്പം ഈ ഒരു സംഭവത്തിൽ ആദില പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് കവർ എടുത്തോ, പോയി എടുത്തോ, അതിന് കുഴപ്പമില്ല, പക്ഷെ അത് എന്റെ കയ്യിൽ കൊണ്ടുതരണം, ഞാൻ അതിനുശേഷം വായിക്കും. അതിൽ അനീഷ് പറയുന്ന ഡയലോഗ് എന്താ അറിയോ,
ഞാൻ അവിടുന്ന് നോക്കിയിട്ട് അത് ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് എന്നുള്ള എഴുതിയിരിക്കുകയാണെങ്കിൽ ക്യാപ്റ്റന്റെ കൊണ്ട് തരും, അല്ലാത്തത് അയാൾ വായിക്കുന്നു. അപ്പൊ അത് വായിച്ചില്ലേ? അപ്പൊ തന്നെ എല്ലാം വായിച്ചില്ലേ? ഇനി അതും പോട്ടെ, ഇനി അതല്ലെങ്കിൽ ഞാൻ വായിക്കും. അപ്പം ഒരു ടാസ്കിന്റെ കാര്യമൊക്കെ പറയുന്നതാണെങ്കിൽ അക്ബർ പറഞ്ഞൊരു പോയിന്റ് അതാണ്. ടാസ്കിന്റെ കാര്യം അവിടുന്ന് ആളത് വായിച്ച് ഇന്ന സാധനമാണ് ചെയ്യേണ്ടതെന്ന് ആള് ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ആളിന് എത്ര സെറ്റ് ചെയ്താലും ടാസ്ക് കൊളാക്കുള്ളൂ. അത് ആ ഒരു പേടി അക്ബർ ഒന്നും പേടിക്കേ വേണ്ട. ആള് എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ഞാൻ ഭയങ്കര മൈൻഡ് ഗെയിമറാണ് എന്ന് വരുത്താന് ആളുടെ സംസാരത്തിൽ നിന്ന് എപ്പോഴും അതിന് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് ചുറ്റുന്നത്. ചന്ദ്രയാൻ പോയി വരുന്നത് അതുകൊണ്ടാണ്, ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്നത്. അതായത് ഞാൻ ഭയങ്കര മൈൻഡ് ഗെയിമറാണെന്ന് പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ചുറ്റി കുടുങ്ങി ഇട്ട് കുടുങ്ങി ഇങ്ങനെ ആകെ സീനാവും. എന്നിട്ട് ലാസ്റ്റ് ആൾക്ക് 8 അയച്ച് ഇറങ്ങണല്ലോ, സാധാരണ മനുഷ്യന്റെ ലെവലിൽ നിൽക്കണല്ലോ. ആ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് ടൈമും കഴിഞ്ഞിട്ടുണ്ടാവും, മൈൻഡ് ഗെയിമും കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം തീരും. എന്നിട്ട് ഇവരൊക്കെ പോയി. അതെ, അത് ഇത് പറഞ്ഞ് ആളങ്ങോട്ട് പ്രശ്നമാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ, ഞാൻ പോയി എടുക്കുന്നതിന് എന്ത് നിങ്ങൾക്ക് പ്രശ്നം എന്ന രീതിയിൽ അങ്ങോട്ട് തുടങ്ങി. ആളത് മാറ്റിമറിച്ചു. എന്താണെന്നറിയാം, അതായത് എല്ലാവർക്കും അത് എടുക്കാമെങ്കിൽ എനിക്കും എടുക്കാം, അതുകൊണ്ട് എന്നെ മാത്രം വിലക്കാൻ പറ്റില്ല എന്നുള്ള ലെവലാ പറഞ്ഞത്. അങ്ങനെയല്ല അവിടെ സംസാരം വന്നത്. അതായത് ക്യാപ്റ്റനുള്ള ക്യാപ്റ്റൻ തന്നെ എടുക്കട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ക്യാപ്റ്റന്റെ കയ്യിലേൽക്കുക. അത് വായിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ഇത് പോയി എടുക്കും വേണം, ആൾക്കാരെ അത് വായിക്കും വേണം ആദ്യം. അതിലാണ് ഷാനവാസ് മറ്റേ സാധനം കൊണ്ടുവന്നത്. ഷാനവാസ് എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് ഇനി ഗുളിക കൊണ്ട തരണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് 2 ദിവസമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നീ PR പറഞ്ഞു തന്നതുപോലെ നീ ഇവിടെ കിടന്ന് അഭിനയിക്കുകയാണ്. അതിനകത്ത് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂടെ എന്നെ വെച്ചിട്ട് നീ ഉണ്ടാക്കണ്ടെന്ന്. അതെ, അത് വളരെ ഇനി നോക്കിക്കോട്ടോ, ഉറപ്പാണ്. അതായത് നമ്മൾ ഇതിന്റെ മുമ്പ് ചർച്ച ചെയ്ത സാധനമാണ്. അക്ബർ അനുമോള് വിഷയത്തില് കിച്ചന്റെ ക്യാപ്റ്റനായി നിന്ന അനീഷ് അനുമോളോട് മറ്റേ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞുണ്ടോ? അന്ന് അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങള് ഇവര് തമ്മിലോട് ആ സമയത്ത് സ്പോട്ടിൽ ആരാണോ തന്നോട് എതിർത്ത് നിൽക്കുന്നത് അവരായിരിക്കും പിന്നെ അവിടുത്തെ ഏറ്റവും പ്രശ്നക്കാർ. അനീഷിന് അങ്ങനെയാണോ? അനീഷ് അങ്ങനെ പറയാൻ ശ്രമിക്കും. എന്നിട്ട് ആ സമയത്ത് മറ്റുള്ളവർ പറയുമ്പോ അനുമോളും അക്ബറുമാണ് ഈ ആഴ്ച മൊത്തം കിച്ചണിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഇനി ഇപ്പൊ ഷാനവാസ് ആൾക്കെതിരെ നിന്നു. അതുകൊണ്ട് തന്നെ ഇനി അതായത് നമ്മൾ ആൾറെഡി പ്രൊമോ കണ്ടിട്ടുണ്ട്, ഏത് നോമിനേഷനിൽ ഷാനവാസിന്റെ പേരാണ് അനീഷ് പറയുന്നത്. അത് ഇതുകൊണ്ടാ, ഈ കാരണം കൊണ്ടാണ് അനീഷ് പറയുന്നത്. അനീഷിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. എന്തൊരു സ്വഭാവം. അതില് അക്ബറൊക്കെ പറയുന്നുണ്ട്, അത് ഇപ്പോഴാണോ മനസ്സിലായത്, ആള് നേരത്തെ ആളെ ഒരു കളി അതായിരുന്നു, ആൾ ഉദ്ദേശിച്ചായിരുന്ന കളി അത് തന്നെയായിരുന്നു എന്ന് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അക്ബറിന് വളരെ കൃത്യമായിട്ട് അനീഷിനെ അറിയാം. അത് ഒന്നാമത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവര് തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു, അനീഷും അക്ബറും തമ്മിൽ. അനീഷ് പറഞ്ഞു എല്ലാ സാധനവും ഓപ്പൺ ആക്കി വെച്ചോ, കിച്ചണിൽ നിന്ന് ഒരു സാധനം പോവൂല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇതിനകത്തുനിന്ന് ഒരു സാധനം പഞ്ചസാരയൊക്കെ തീരുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒരു 1.5 കിലോ പഞ്ചസാര അടിച്ചു മാറ്റി. ഇത് അനീഷ് കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇന്നലെ അതവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. തിരിച്ചു കൊണ്ടുവന്ന് വെച്ചപ്പോ ഒക്കെ ഇവര് പറയുന്ന ഇവര് ബെറ്റ് വെച്ചായിരുന്നു, അതുകൊണ്ട് അവിടെ തിരിച്ചു കൊണ്ടുവച്ചു, അല്ലാതെ കട്ടതല്ല എന്നുള്ള സാധനം പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ആ സാധനം അനീഷ് ഉൾട്ടടിച്ചു, മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാക്കി. അത് ഷാനവാസിന് തീരെ പറ്റില്ല. കൂടെ ലക്ഷ്മി. അതെ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നീ എനിക്ക് ഗുളിക കൊണ്ടു തരണ്ട, നീ ഒരു രീതിയിലും ആ രീതിയിൽ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഉണ്ടാക്കണ്ട എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഈ സംഭവം ലക്ഷ്മിയും കൂടെ കൂടിയിട്ട് മോഷ്ടിച്ചു എന്നാക്കി. അതിലാണ് ആ സാധനം അനീഷ് സോറി ആ സാധനം ഷാനവാസ് തന്നെ ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പം അക്ബറിനൊക്കെ ഇതറിയാം, എല്ലാവർക്കും അറിയാം ഇത് അങ്ങനത്തെ സംഭവം തന്നെയാണ്. പിന്നെ പോരാത്തതിന് ഷാനവാസ് മധുരം കഴിക്കില്ല. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, മധുരം കഴിക്കാത്ത ഞാൻ എന്തിനാണ് പഞ്ചസാര കൊണ്ട് കട്ടെടുത്തുകൊണ്ടുവന്നത്? ഇപ്പൊ ശരി, ആ സമയത്ത് നെവിന് അങ്ങനെ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ നെവിനൊക്കെ എടുക്കുന്നെങ്കിൽ ഉറപ്പിക്കാം, വാരി തിന്നുന്ന ആളാ. അപ്പം ആ ഒരു രീതിയിൽ അത് കാണുന്നവർക്കും എല്ലാം മനസ്സിലാവും അവിടെ ഷാനവാസും ഇവരും തമ്മിലുള്ള ബെറ്റ് വെച്ചത് തന്നെ ആയിരുന്നു എന്നുള്ളത്. അതേ സാധനം തിരിച്ചെത്തൂലല്ലോ. അതെ, എന്നിട്ട് ഇതെല്ലാം അറിയുന്ന അനീഷ് അവിടുന്ന് മാറ്റിയും കൂടെ പറഞ്ഞപ്പോ ഷാനവാസിന് ശരിക്കും പൊട്ടിയിട്ടുണ്ട്. ശരിക്കും കട്ടപ്പന്ന് പറഞ്ഞ പോരാ. അപ്പൊ ആൾക്ക് കറക്റ്റ് മനസ്സിലായി ഇത് വേറെ റൂട്ടിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പോരാത്തതിന് ഇന്ന് രാവിലത്തെ PR-ന്റെ സംസാരം കൂടി വന്നു കഴിഞ്ഞപ്പോ
ആളെ കൂടെ നിൽക്കുന്നതും ആളുടെ കൂടെ ചിരിക്കുന്നതും ആൾക്ക് മരുന്ന് കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. പിന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതായത് ഈ മുന്നേ ഓടുന്നത്, മുന്നേ കാര്യങ്ങൾ, ഇപ്പൊ കാർഡ് ആദ്യം എടുക്കുമ്പോ ഇത് സ്ക്രീൻ സ്പേസിൽ വരും, അതായത് ആളെ സ്ക്രീനിൽ കാണിക്കും. അപ്പോ അതിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി പൊളിക്കും, അതായത് ഇനി പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനീഷ് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്, അനീഷും ഷാനവാസും കൂടി ഒരുമിച്ച് നിന്ന് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ആയി എന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും അനീഷിന് പോലും ആളുടെ നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുവരെ നെഗറ്റീവ് മാത്രം ഉണ്ടായിരുന്നുള്ള ഒരാളെ ബിഗ് ബോസ് അരോചകരമായി ആളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കും, കണ്ടന്റുകൾ കാണിക്കുകയല്ല. കാരണം നമുക്ക് മനസ്സിലാവും, ഇപ്പൊ ഇവരെ കാണിക്കുന്ന സമയത്ത് അപ്പുറത്ത് അനീഷ് ഓരോന്ന് ചൊറിഞ്ഞ് അപ്പുറത്ത് ബാക്കിൽ ഓരോന്ന് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക ഇവിടെയാണ്, പക്ഷെ ആ സ്ക്രീനിന്റെ ബാക്കിൽ, അതായത് നമ്മുടെ സ്ക്രീനിൽ തന്നെ ഉണ്ടാവുമല്ലോ അവിടെ ഓരോന്ന് ചെയ്യുന്നത്, പക്ഷെ അത് കാണിച്ചു തരില്ല. പിന്നെ മെയിനായിട്ട് പല ഡയലോഗുകളും മ്യൂട്ട് ചെയ്യും. ഈ അനീഷിന്റെ ചില സമയങ്ങളിലൊക്കെ ഇന്ന് രാവിലെ കാണിക്കല് കണ്ടാണ്ടല്ലോ, അത് അവരെല്ലാം എണീറ്റ് പോയി, പകുതി പോയി, അവന്റെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. അതായത് ആദില പറയാണ്, ഞാൻ എന്തായാലും ആദ്യം തന്നെ പോയി എടുക്കാം, ഞാൻ തന്നെ എടുത്തോളാം, ലാസ്റ്റ് ഗതി വെട്ടിട്ട് പറയട്ടത്. അപ്പോ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, അനീഷിന് അതാണ് കിട്ടേണ്ടത്. അതായത് ആദിലപ്പോ ഈ സ്റ്റോർ റൂമിന്റെ തൊട്ടടുത്തൊന്നും അല്ലാന്നിരുന്നത്, ബെല്ലടിക്കുന്ന സമയത്ത് വേറെ എവിടെയാ ദൂരെയാണ്. അപ്പൊ അനീഷ് തൊട്ടടുത്തുണ്ടെങ്കിൽ അനീഷ് അങ്ങ് കയറി കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നുള്ള ലെവലിൽ വരും. ഇപ്പൊ ലാസ്റ്റ് നടന്നതും അത് തന്നെയാണ്, അതിലെ കിടന്ന് ഓടുന്നുണ്ട്, ജാതി ഓട്ടോ ഓടിയിട്ടാന്ന് പറയാം അതിന്റെ ഉള്ളിൽ കയറിയത്. അതെ, അവിടെയും ജസ്റ്റ് മിസ് ഒക്കെയാണ്. അനീഷ് തൊട്ട് പുറകെ ഉണ്ട്. എന്തൊരു ഇതാണ് ആലോചിച്ചത്, എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ കാര്യം. അതായത് അനീഷ് ഒരു ക്യാപ്റ്റന് അതിന്റേതായ പവർ ഉണ്ട്, അവര് എടുത്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളോ അതിനകത്ത് ചെല്ലേണ്ട ആവശ്യമില്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, തിരിച്ചാണ് ക്യാപ്റ്റൻ അനീഷും മറ്റുള്ളവർ ഇതുപോലെ എടുക്കാൻ പോകുന്ന ഒരു രീതി അങ്ങനെയാണ്. എന്തായിരിക്കും അനീഷ് കാണിച്ചു കൂട്ടുക അവിടെ. ഈ അനീഷിന് എന്താണെന്നറിയോ, ഇവരൊക്കെ ഗതി കെട്ടിട്ട് സമ്മതിച്ചു കൊടുത്തു ആണേ. ഇപ്പോഴും അത് കേറണ്ടെന്ന് പറയുമ്പോഴും ഞാൻ കേറും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് എന്തെന്ന് പറയാനാ. പിന്നെ ഡോറ് തുറക്കാതിരുന്നില്ലേ കഴിഞ്ഞ ദിവസം, അതായത് ലാരട്ടനൊക്കെ ചർച്ച ചെയ്ത ആ വിഷയം, അന്ന് അനീഷ് കാട്ടിന്ന് കണ്ടായിരുന്നോ? ഇങ്ങനെ പോയിട്ട് തല ഇങ്ങനെ മറ്റേ ഇതിന്റെ ഉള്ളിൽ പോയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തിനാ? അതായത് പ്രാഥമിക കാര്യങ്ങൾ നിഷേധിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, അതില് പിന്നെ ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് രണ്ടുപേരുടെയും അല്ലാതെ ഇതിൽ പെട്ടുപോയ ഒരാള് എന്ന് കാണിക്കാനുള്ള ശ്രമം, ആ ഒരു ചിന്ത അഭിനയ ശ്രമ വെറുതെ ആണെന്നുള്ള കാര്യം ആൾക്കറിയാം. അത് വേറെ സാധനം ഉണ്ടായിരുന്നു, അതായത് ആര് ഔട്ടായപ്പോഴാണ് അഭിനയിച്ച് കാണിച്ചത്, ഒനിയിലിന്റെ വീഡിയോ വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് അഭിനയിച്ച് തകർത്തത് ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അത് അന്ന് നമ്മൾ പറഞ്ഞു, ഈ ഇമോഷൻസ് കാണിക്കാൻ ആൾക്കറിയില്ല. അതെ അതെ, ചിരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നോക്കിയാ മതി ആളെപ്പോഴാ ചിരിക്കുക, വല്ലപ്പോഴും എപ്പോഴെങ്കിലും ചിരിക്കുന്നുള്ളൂ. ആളെപ്പോഴും അത് ഒരേ ഇരുത്തം. ഇന്ന് ആദ്യം 2 ഡയലോഗ് അടിച്ച് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇരിക്കലോ അവിടെ തനിക്ക് 10-40 വയസ്സില്ലേ, ഒരു കാര്യം കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ പറയുമ്പം അതിനുള്ളൊരു മര്യാദ കാണിക്കുക. ഇതൊന്നും കാണിക്കാൻ നിങ്ങൾ എന്ത് മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. എന്തെന്നറിയോ, ഇങ്ങനെ മര്യാദ കെട്ടവരായിട്ട് നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത രീതിയിൽ പെരുമാറിയിട്ട് അവരങ്ങോട്ട് രാജാവ് ഉണ്ടാക്കണ്ട. ഓക്കെ, അങ്ങനെ രാജാവ് ആകുന്നവരൊക്കെ ആയവരൊക്കെ ആയി. ഇനിയും അങ്ങനെയുള്ളവരെ രാജാവാക്കാനാണ് ശ്രമമെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ പലരും മെസ്സേജ് ഇടുന്നുണ്ട്, പലരുടെയും 2.0 എന്ന പേര് അത് പറഞ്ഞിട്ട് പല ആൾക്കാരും മെസ്സേജ് ഇടുന്നുണ്ട്. ആ മെസ്സേജ് സത്യമാവും. ഇയാളെ ഇനിയും നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകും, നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം എന്താണെന്നുള്ളത്. എന്തൊരു അരോചകമാണോ ശരിക്കും. ആദ്യമൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം ഫസ്റ്റത്തെ ഒരു 4-5 വീക്ക് കഴിഞ്ഞ പിന്നെ ലൈവ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് അതിന് മുന്നേ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് കാരണമാണ്. ഈ റിപ്പീറ്റ് ചെയ്യുക, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുക, അത് തന്നെ ഒന്നും നടക്കൂല. അതിനുശേഷം അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനീഷ് ചെയ്യുന്നതിനോട് ഇഷ്ടമായി തുടങ്ങി. ചെറിയ ഇങ്ങനത്തെ വയലന്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അനീഷിന്റെ ഭാഗത്തുനിന്ന്. ഒരു കാര്യങ്ങൾക്കെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്ന് തോന്നുന്ന ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും.
ഇതിപ്പോ വീണ്ടും പഴയ പോലെ തന്നെ പഴയ അവസ്ഥയിലേക്കായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഗതി കെട്ടിട്ടായി ലൈവ് ഇരുന്ന് കണ്ടത്. അതെ, മറ്റുള്ളവരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പൊളിച്ചെടുക്കണം. എല്ലാരും ഒരാളും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ ആളുള്ളൂ, ലക്ഷ്മി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് എണീറ്റിട്ട് പറഞ്ഞേ, ലക്ഷ്മി എണീറ്റ് നിന്നിട്ട് പറയണേ, ആ ലെറ്റർ വരുമ്പോ തന്നെ എടുത്തിട്ട് നിങ്ങളുടെ കൈ വായിക്കാതെ കൊണ്ടു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ആൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അത് അക്സെപ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ഞാൻ ക്യാപ്റ്റനുള്ളതാണെങ്കിൽ മാത്രം അവിടെ കൊണ്ടു തരുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാത്തൊക്കെ ഞാൻ എടുത്ത് വായിക്കുന്ന പറഞ്ഞത് ആ ടീമിനാണ് പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രല്ല മറ്റുള്ളവർക്കൊന്നും ഇതിന് അധികാരമില്ലേ, അനീഷിന് മാത്രം ഉള്ളതൊക്കെ. ഇത് എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. അനീഷ് പറയാൻ ശ്രമിക്കുന്ന സാധനം എന്താണെന്നറിയോ, മറ്റുള്ളവർക്കൊക്കെ എടുക്കാമെങ്കിൽ എനിക്കും എടുക്കാം, എന്നെ നിഷേധിക്കാൻ കഴിയില്ല, എന്നെ അതിൽ നിന്ന്, അതായത് എനിക്കുള്ള അവകാശം വിലക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇതേ ചോദ്യം അനീഷിനോട് തിരിച്ചു വയ്ക്കുകയാണ്, നിങ്ങൾക്ക് മാത്രം അതിർക്കുള്ള അർഹതയുള്ളൂ അല്ലെങ്കിൽ അധികാരമുള്ളൂ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളും കളിക്കാവുന്നതാണ്, ഞങ്ങൾ നിന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാക്കിയാലോ. അതായിരുന്നു അക്ബറും ഞങ്ങൾ അത് ഇനി അനുവദിക്കൂല എന്ന് പറഞ്ഞത്. അതെ, അങ്ങനെയാണെങ്കിൽ അവർക്കും എടുക്കാം. അത് ക്യാപ്റ്റൻ പറയുന്നോടത്ത് അതിന്റെ കാര്യം. അതെ, ക്യാപ്റ്റൻ അത് തീരുമാനിക്കുകയാണ്, ആരും പോയി എടുക്കണ്ട, ഞാൻ പോയി എടുത്തോളാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ, ക്യാപ്റ്റൻ വന്നിട്ട് എടുക്കണേ. അത്രേ ഉള്ളൂ. എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ള, ഈ ബിഗ് ബോസിന് അതൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് പറയാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിൽക്കുമ്പോ അനീഷ് അത് ക്യാപ്റ്റൻ പറയും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ തീരുമാനിക്കുന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ ക്യാപ്റ്റന്റെ പവർ വരുള്ളൂ. പിന്നല്ലാതെ ഇത് അല്ലെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റനെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ടീമിനുണ്ടാക്കി, ക്ലീനിങ്ങിന് ടീമിനുണ്ടാക്കി, അവരൊന്നും ആ പണി ചെയ്യുന്നില്ലെങ്കിൽ, ക്യാപ്റ്റന് പവർ ഇല്ലെങ്കിൽ, നിങ്ങൾ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനെ സമ്മതിക്കണം, ഞങ്ങൾ ഇതിനെ അനുസരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ക്യാപ്റ്റന്റെ പവറൊക്കെ. ഇപ്പൊ ഈ സംഭവം ഉണ്ടായ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു സംഭവം, അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനീഷ് ഇങ്ങനെ മറ്റേ ഇത് ഞാൻ തന്നെ കേറും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വേണമായിരുന്നു. അതായത് പറ്റൂല, ക്യാപ്റ്റനാണ് തീരുമാനിക്കുക, ക്യാപ്റ്റൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക എന്നുള്ളൊരു സാധനം കൊടുക്കേണ്ടിയിരുന്നു. അപ്പം അനീഷിനും കുറച്ചെങ്കിലും, അനീഷ് പറഞ്ഞല്ലോ ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കൂല എന്നാണ് പറയുന്നത്. ഇനി അതല്ലാതെ വേറെ ടാസ്കുകൾ വേറെ ആൾക്കാർ എടുക്കേണ്ടത് അങ്ങനെ തന്നെ വരുന്നുണ്ടല്ലോ. പിന്നെ അത് അവർക്കുള്ളതായിട്ട് തന്നെ വരും. അത് എപ്പോഴും ക്യാപ്റ്റൻ എടുത്താണ്ട് അവരോട് ചെല്ലാനാ പറയാ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെല്ലുന്നു. അങ്ങനത്തെ സമയങ്ങളിൽ അങ്ങനെ ചെല്ലും. ഇത് ബെല്ലടിച്ചിട്ടുള്ള സാധനം മാത്രമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നല്ല ബോറൻ ക്യാരക്ടർ തന്നെ, സഹിക്കൂല. ഭാഗ്യമുണ്ട് ഷാനവാസ് അതിൽ നിന്ന് പോന്നല്ലോ, മനസ്സിലായെങ്കിൽ ഷാനവാസിന് നല്ലത്. അതെ, മാത്രല്ല ലൈവ് കാണാൻ ഒരു രസം തോന്നും. അല്ലെങ്കിൽ ഷാനവാസും അഭിനയിക്കുക, അനീഷും അഭിനയിക്കുക, രണ്ടുപേരും കടന്ന് വെറുപ്പിക്കുന്നതേ സഹിക്കൂലായിരുന്നു. എന്താണെങ്കിലും ബാക്കി നോക്കട്ടെ. ബൈ.